ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇഫ്താർ സീരീസിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രിങ്കാണ്. നമ്മൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് കൂടിയിട്ടാണ്. ഇന്നത്തെ ഡ്രിങ്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ലെമൺ ആണ്. പക്ഷെ നമ്മൾ നോർമൽ ലെമൺ ജ്യൂസ് കഴിക്കുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഇതുപോലുള്ള അടിപൊളി കുക്കിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ന്യൂ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെമൺ ആണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമുക്ക് പുതിനയില വേണം, നമ്മുടെ നോർമൽ ക്ലബ് സോഡ വേണം, ഇഞ്ചി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞു വെക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ കൂടി വേണം. അത് നമുക്ക് മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് പുതിനയിലയും അതുപോലെ തന്നെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങയുടെ നീര് ഒഴിക്കുമ്പോൾ കുരു ഇല്ലാണ്ട് നോക്കുക കേട്ടോ. ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുക്കണം. ഇനി നമ്മൾ അരച്ചു വെച്ച പേസ്റ്റിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ കൂടി ആഡ് ചെയ്തിട്ട് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡ്രിങ്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് ഭാഗം ജസ്റ്റ് ഷുഗറിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 5 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ലെമൺ, പുതിനയില, ഇഞ്ചി, ഷുഗർ എല്ലാം കൂടി അരച്ചെടുത്ത പേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ കുറച്ച് കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി 1 ടീസ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും നമ്മുടെ ഡ്രിങ്കിന്. ഇനി അതിലേക്ക് നമ്മൾ നോർമൽ ക്ലബ് സോഡ ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ നമ്മൾ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെമൺ ഡ്രിങ്ക്. നമ്മുടെ നോർമൽ ലെമൺ ജ്യൂസിന് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ കുടിക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു സൂപ്പർ ഡ്രിങ്ക്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കൂളിങ്ങും റിഫ്രഷ്മെൻറ്റും ഒക്കെ ആയിരിക്കും ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ. എല്ലാ ഫ്ലേവറും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.